പ്രവാസി ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളൊക്കെ മറക്കാനാവാത്ത ഒരു അനുഭൂതികളാണ്. ഇനിയും ഇങ്ങനത്തെ കൂട്ടായ്മകൾ ഇന്നത്തെ സമൂഹത്തിൽ ആവശ്യമാണ്. ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇന്ത്യയുടെ അവസ്ഥ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ? അതിനിപ്പോൾ എന്താണ് നമ്മളൊരു എങ്ങനെയാണ് കാഴ്ചപ്പാട്? അത് മാറ്റം വരണ്ടേ? തീർച്ചയായിട്ടും മാറ്റം വരണം. ഇത്തരം മതേതര കൂട്ടായ്മകളും മതത്തിനപ്പുറം നിന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുമെങ്കിൽ ഇതിനെല്ലാം മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഇന്ത്യൻ ഭരണം മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് പറയണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. സന്തോഷം. ഈ സൗദി അറേബ്യ വന്നിട്ട് ഇതുപോലുള്ള ഇഫ്താറുകൾ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് പങ്കെടുക്കുന്നത്. ഇത്രയും ആൾക്കാരൊക്കെ ഒരുമിച്ച് ഞാൻ ഒഴിവ് കിട്ടാറില്ല. പരിപാടി OICCയുടെ പരിപാടിയാണ് പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ ഒരു ഇന്ത്യൻ ഭരണം എങ്ങനെയാണ് പോകുന്നത്? എങ്ങനെ നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ ഒരു ഭരണ അവസ്ഥ? ഇപ്പോഴത്തെ വളരെ മോശമാണ്. മാറ്റം വരണം. അതിന് എന്താണ് നമ്മളെല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. നമ്മുടെ ഭാഗത്തുള്ള പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോവുകയാണ്. കഴിയുന്നത് നമ്മൾ വോട്ട് എത്ര പിടിക്കാൻ കഴിയുമോ അത്രയ്ക്ക് പിടിച്ചു കൊടുക്കണം. അല്ലേ? അതെ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നാലേ നമ്മുടെ രാജ്യം രക്ഷപ്പെടുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സന്തോഷമായി. എങ്ങനെയുണ്ട് നമ്മുടെ ഇപ്പം ഇന്ത്യൻ ഭരണം എങ്ങനെ പോകുന്നു? എങ്ങനെയുണ്ട്? ഇന്ത്യൻ ഭരണം നല്ല മോശമാണ്. അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇന്ത്യൻ ഭരണം ഇപ്പോൾ ഇന്ത്യ മുന്നണി വരണം എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അതിനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ വരുമല്ലേ? അതെ. എന്താ നമ്മൾ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ മാക്സിമം നമ്മൾ വോട്ട് ചെയ്യിപ്പിക്കണം ആൾക്കാരെ കൊണ്ട്. ഇന്ത്യ മുന്നണിക്ക് ഇല്ല നാട്ടിലുള്ളവർ വിളിച്ചു പറയും. അതിനുള്ള ക്രോഡീകരണമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ മുന്നണി നമ്മൾ വന്നെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ, രാജ്യത്തിനൊരു പുരോഗതി ഉണ്ടാവും. പുരോഗതിയുള്ളൂ. ഓക്കെ, താങ്ക് യു.